Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്ക് ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഫില്ലിംഗ് കുറച്ച് വെറൈറ്റി ആണ്. നല്ല ടേസ്റ്റ് ആണ് ഫില്ലിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ പാനിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ല കനം കുറച്ചിട്ട് വേണം ഉള്ളി അരിയാൻ. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആ പൊടികളുടെ പച്ചമണക്കം ഒന്ന് മാറുന്നത് വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ടേക്ക് 1 കപ്പ് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തതാണ്. അതിലോട്ടേക്ക് 1 കപ്പ് ചിക്കൻ ഷ്രെഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ചിക്കൻ ഞാനിവിടെ ഇപ്പൊ കറിയിൽ ഉണ്ടായ ചിക്കനാണ് എടുത്തത്. നിങ്ങൾക്ക് ചിക്കൻ അങ്ങനെ വേവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മല്ലിപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മളെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസക്ക് ആവശ്യമുള്ള മാവ് തയ്യാറാക്കാം. അപ്പൊ അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വരെ മാറ്റി വെക്കാം. 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കാം. ഒന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായിട്ട് വേണം പരത്താന്. തടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു തൊലി ക്രിസ്പി ആയിട്ട് കിട്ടൂല, ഉള്ളൊരു വേവാത്ത പോലെ ഉണ്ടാവും. അപ്പൊ നല്ല നേരിയ രീതിയിൽ പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അതിന്റെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം. ഇനി അതിന്റെ എഡ്ജസിൽ നമുക്ക് കുറച്ച് വെള്ളം തേച്ചു കൊടുക്കാം. അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം തേച്ചു കൊടുക്കുന്നത്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇനി അതിന്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ കട്ട് ചെയ്ത പീസ് മാറ്റി വെക്കുക, അത് ആവശ്യമുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആ മുകളിലെ എഡ്ജസിൽ കട്ട് വരാൻ പാടില്ല. അവിടെ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് കുറെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ എഡ്ജസ് ബാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്.
അത് കട്ട് ചെയ്ത് പോവാൻ പാടില്ല. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. അത് മുഴുവനായിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു എൻഡിൽ നമുക്കൊന്ന് വെള്ളം തേച്ചു കൊടുക്കണം, അതൊന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട്. അപ്പൊ ഇനി ഇതൊന്ന് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് റിംഗ് ആക്കി എടുക്കാം. അപ്പൊ ഈ രണ്ട് എഡ്ജസും കൂടി ഒന്ന് ഒട്ടിക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് മൈദന്റെ പേസ്റ്റ് എടുക്കാം. അപ്പൊ മൈദയും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ എൻഡില് തേച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. മറ്റേ ഭാഗത്തിന്റെ ഉള്ളിലേക്ക് ആവുന്ന വിധത്തിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അത് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുറിച്ച എഡ്ജസ് കളഞ്ഞ ആ പീസില്ലേ, ആ പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ചൂടായ എണ്ണയിൽ ഇടരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ചൂടുള്ള എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറും മാറും. അത് മാത്രമല്ല ബബിൾസ് പോലെ വരും, അപ്പൊ കാണാൻ രസം ഉണ്ടാവില്ല. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ റിംഗ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ അടിപൊളിയാട്ടോ. നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. നമ്മുടെ നോർമൽ സമൂസന്റെ ഫില്ലിംഗ് ഒന്നല്ല. ആ പൊട്ടാറ്റോയും ചിക്കനൊക്കെ വരുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് സോസ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ഫില്ലിംഗ്. തീർച്ചയായും അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.